നമസ്കാരം, ജനശബ്ദത്തിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ നടിയായ ഹൻസികയും ബിസിനസ്സുകാരനായ സൊഹൈലും ഔദ്യോഗികമായി വിവാഹമോചിതരായി. 4 വർഷം നീണ്ടുനിന്ന അവരുടെ വിവാഹ ജീവിതത്തിനാണ് ഇതോടെ അവസാനം വന്നിരിക്കുന്നത്. മുംബൈയിലെ ബാന്ദ്ര ഫാമിലി കോടതിയാണ് ഇരുവർക്കും വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നത്. ഇരുവരും പരസ്പര സമ്മതത്തോടെ കോടതിയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹൻസികയും സൊഹൈലും 2022 ഡിസംബർ 4-നാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ വൻ ആഘോഷത്തോടെ വിവാഹിതരായത്. ആ വിവാഹം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അവരുടെ പ്രണയകഥയും വിവാഹവും ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് പിന്തുടർന്നിരുന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും സ്വഭാവ വ്യത്യാസങ്ങളും കാരണം ഇരുവരുടെയും ബന്ധം മോശമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പോലും പലപ്പോഴും വലിയ വഴക്കുകളിലേക്ക് എത്തുകയും ഒരുമിച്ച് താമസിക്കുന്നത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിനുശേഷമാണ് ഇരുവരും പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചത്. വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിൽ ഹർജി നൽകിയതോടെ ബാന്ദ്ര കുടുംബ കോടതി അത് അംഗീകരിക്കുകയും വിവാഹബന്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ഹൻസിക ഭർത്താവിൽ നിന്ന് ജീവനാംശമോ സ്ത്രീധനമോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് പരസ്പര സമ്മതത്തോടെയാണ് ഈ വേർപിരിയൽ നടന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഹൻസികയുടെ വിവാഹം തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. കാരണം സൊഹൈൽ ഖത്തൂരിയ മുൻപ് ഹൻസികയുടെ അടുത്ത സുഹൃത്തായ റിങ്കി ബജാജിനെ വിവാഹം ചെയ്തിരുന്നു. പിന്നീട് ആ ബന്ധം അവസാനിച്ചതിനു ശേഷമാണ് ഹൻസികയും സൊഹൈലും വിവാഹിതരായത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ബാലതാരമായ സിനിമയിലെത്തിയ ഹൻസിക പിന്നീട് തമിഴ്, തെലുങ്ക് സിനിമകളിൽ ശ്രദ്ധേയ നടിയായി. മലയാളത്തിൽ വില്യൻ എന്ന ചിത്രത്തിലൂടെ അവർ അരങ്ങേറ്റം കുറിച്ചത്. ഇപ്പോൾ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ശേഷം തൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനാണ് ഹൻസികയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4 വർഷം നീണ്ടുനിന്ന ഹൻസിക മോധാനിയുടെയും സൊഹൈൽ ഖത്തൂരിയുടെയും വിവാഹ ജീവിതം പരസ്പര സമ്മതത്തോടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ജനശബ്ദം സബ്സ്ക്രൈബ് ചെയ്യുക.